മഞ്ഞപ്പൊടി. അമ്മേ, എന്റെ ചെലങ്ക ഉണ്ടോ? ഞാൻ കണ്ടില്ല, അവിടെ കാണാം. എവിടെ നിങ്ങളുടെ ശിഷ്യൻ എവിടെ? അവൻ ഗുസ്തി മതിയാക്കി. ആ അതേതായാലും നന്നായി. കുറച്ച് ദിവസം അടങ്ങി ഒതുങ്ങി ഇരിക്കുമല്ലോ. എടീ നീ ചുമ്മാ എന്നെ ചൊറിയാൻ വന്നേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ പറയുന്നതാണോ കുഴപ്പം? നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ടല്ലോ. എന്റെ പിള്ളേര് വരെ വീട്ടിലുള്ളവരെ നന്നാക്കാൻ മനസ്സിലാവും. പഴയ പോലെ നാട്ടുകാർ നിങ്ങളെ ആരാധിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ഒക്കെ ശരിയാണ്. എന്ന് വെച്ച് കൈയൊക്കെ കാണിച്ചത് പിടിച്ചു വയ്ക്കാൻ നോക്കിയാ ഉള്ള വിലയും കൂടെ പോകത്തേ ഉള്ളൂ. അപ്പൊ അറിയാം. അത് തന്നെ നിന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ എന്നെ പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ മേലെ വിഷയത്തിൽ ഒരു ഫൈൽവാനെ ഗുസ്തിയൊക്കെ അങ്ങ് ഗോതയിലും പിള്ളേരുടെ നെഞ്ചത്തോട്ടും അതുമായിട്ട് എന്നെ മേക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. അറിയാലോ കൊണ്ടുപോടാ നിന്റെ ട്യൂബ്. രാവിലെ വന്ന് മായ നോക്കിയിരിക്കും. ഇങ്ങനെ കിട്ടി ഇവന്മാർക്ക് വല്ല ക്ഷയം പിടിക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പാവന്മാർക്ക് ഇന്നും തല്ലി കിട്ടിയോ? പിന്നെ ഇവന്മാർക്ക് മാത്രമല്ല, ഇപ്പൊ പുറത്തുനിന്ന് ചിലർ ജീപ്പ് പിടിച്ച് വന്നിട്ട് ഇടി വാങ്ങിക്കുന്നുണ്ട്. ഇനി എങ്ങനെ വീട്ടിൽ പോകും? വീട്ടിൽ പോയാൽ അവിടുന്നും കിട്ടും. അമ്മാവനെ വിഷമിപ്പിച്ചിന് അമ്മയുടെ എടാ അതിന് മൂപ്പര് മുമ്പളല്ലേ വിഷമിപ്പിച്ച്. അമ്മേനോട് നാലിന് അമ്മാവന് കൊടുക്കാൻ പറയും. ഒരു ക്യാറ്റും ചില അച്ഛനമ്മാപ്പന്മാരെ കാണുമ്പോൾ കൊതിയോ. ഒരു 50 വയസ്സ് കഴിയുമ്പോൾ വാദോ കൊളസ്ട്രോളും ഷുഗറും വന്ന് കുറച്ചങ്ങനെ കിടക്കും. കോലായിൽ നമ്മൾ വല്ല കോടാലിത്തയിലോ വിക്സോ വാങ്ങി കൊടുത്താൽ ഇതങ്ങനെയാണോ? അച്ഛൻ വീരൻ, അമ്മാവൻ ഒസാമ. പൊട്ടിയില്ല. പൊട്ടിയില്ലേ? പൊട്ടി പൊട്ടി കിടന്നു പിടിപ്പെടാം. ജൂതന്മാരെ കൊന്നൊടുക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം. ഇവിടെ ശ്രദ്ധിക്കാൻ പിടിച്ചടക്കി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് തള്ളിവിടുക എന്നതായിരുന്നു ഹിറ്റ്ലറിന്റെ വലിയ വിനോദം. നിന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് ഇത് 8ാമത്തെ തവണയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇരിക്കത്തുമില്ല. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? അച്ഛാ, ഫ്രണ്ട്സൊക്കെ പറയുന്നത് എൻ്റെ കവർ ഡ്രൈവ് അടിപൊളിയാണെന്നാണ്. മാത്രമല്ല ബൗളിങ്ങിൽ നല്ല സ്വിങ് കിട്ടുന്നുണ്ട്. ട്രയൽസൊക്കെ നടക്കുന്നുണ്ട് IPL-ന്റെ. ട്രൈ ചെയ്താൽ ചിലപ്പോൾ. ഞാൻ ചോദിച്ചത് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നാ. അച്ഛാ, അത് ക്രിക്കറ്റ്. നീ M.Tech-ന്റെ എൻട്രൻസ് എഴുതിയായിരുന്നല്ലോ. അച്ഛാ, അത് ഇത്തവണ അത്ര നന്നായിട്ട് എഴുതാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നല്ല കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. ഞാൻ അടുത്തവണ ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഇനി അതിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. ഇതെങ്ങനെ? വലിയ പറക്കുന്ന കോളേജൊന്നുമല്ല, നിനക്കത് മതി. പഞ്ചാബ് യൂണിവേഴ്സിറ്റി യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത കോളേജാണ് അച്ഛാ. മാത്രമല്ല AICTയുടെ അഫിലിയേഷൻ ഉണ്ടോയെന്നും സംശയമാണ്. അവിടെ ഭയങ്കര അഴിമതിയാണ് അച്ഛാ. അപ്പൊ പോകാൻ ഉദ്ദേശമില്ല. ഞാൻ ഇപ്പോൾ കോളേജ് KSRTCയുടെ IRCTCയുടെ സെർവർ ഡൗൺ ആയിരിക്കും. അതൊന്ന് റെഡി കഴിഞ്ഞാൽ ഞാൻ പഞ്ചാബിൽ പോയിക്കോളാം. അച്ഛൻ വരുന്നുണ്ടോ പഞ്ചാബിൽ? ഇല്ലല്ലേ? അപ്പം പിന്നെ ടിക്കറ്റ് ബുക്ക് ഉണ്ടല്ലോ അല്ലേ? ഓ അമ്മേ എൻ്റെ ബാഗ് എവിടെ? എനിക്ക് പഞ്ചാബിൽ പോകണം. പിന്നെ പേടിപ്പിച്ച ഞങ്ങോട്ട് പോകുന്ന എൻ്റെ പട്ടി പോകും. ഫയൽവാനാണ് അത്ര. ഫയൽവാന്മാരൊക്കെ വളരെ പേടിപ്പിക്കുക. പഞ്ചാബ് തേങ്ങയുടെ മുടി ഞാൻ അവന്മാരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. എടാ ദാസ, കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലും കർണാടകയിലും കോളേജ് ഇല്ലാഞ്ഞിട്ടാണോ നിന്റെ അച്ഛൻ പഞ്ചാബിലോട്ട്, അതും ഗുസ്തിക്കാരുടെ സ്വന്തം നാടായ പഞ്ചാബിലോട്ട് പഠിക്കാൻ അയക്കുന്നത്? ഇതിലെന്തോ രഹസ്യ അജണ്ടയുണ്ട് ദാസ. നീ തെറ്റാന്ന് പറഞ്ഞു കുത്തിയെല്ലാം ശരിയായിരിക്കുന്നേ. അല്ലേലും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റേ ശരിയില്ല. വേണ്ടാത്തൊരു വാരിക്ക് ഒരു കൊടുക്കുക, വേണ്ടുന്ന ഒരു പിണ്ണാക്കും കിട്ടുന്നു. പക്ഷെ പഞ്ചാബി പെൺകുട്ടികൾ മോനെ, അവരുടെ കളറുണ്ടല്ലോ, നല്ല വിളഞ്ഞ ഗോതമ്പ് പശുവും പാലിൽ അരച്ചാൽ കിട്ടുന്ന കളറല്ലേ, ആ കളറാ. ദാസ നീ കളിക്കല്ലേ. അടുത്ത ആഴ്ച ദേശത്തെ ഡേഞ്ചർ ബോയ്സ് ആയിട്ട് മാച്ച് ഉള്ളതാ.
ആ കുഞ്ഞിരാമന്റെ ലേറ്റസ്റ്റ് വെല്ലുവിളി വരെ നമ്മളാ. അതിന്റെ ഇടയിൽ അവന്റെ ഒലക്കര എംടെക്കും പഞ്ചാബും. എൻ്റെ കയ്യിലെ ബിടെക് കൊണ്ട് ഒരു പ്രയോജനമില്ല, പിന്നെ അവൻ്റെ ഒരു എംടെക്. നീ എങ്ങോട്ടും പോകുന്നില്ല. അതാണ് ഈ പോണ്ട. പോണ്ടെന്ന് പറഞ്ഞപ്പോ പോണ്ട. നീ പോണ്ട. പോണ്ടേ? നീ അല്ല നീ. വരണോന്ന് എന്നെയൊക്കെ KCB-യിലെടുത്തവനെ സമ്മതിക്കണം. പഞ്ചാബ് നല്ല വിളഞ്ഞ ഗോതമ്പ്, പശുവും പാലിൽ അരച്ച കളർ. ആ കള്ള ചോറ് പോയില്ലേ? പാണ്ടി പാത്തപ്പഴേ തെരിഞ്ഞത് കേരളവാ? ആ എങ്ങനെ മനസ്സിലായി? சொரிஞ்சப்பே புரிஞ்சு. ദാസ് பாண்டி, முத்துப்பாண்டி. ദാസ് ആഞ്ജനേയദാസ്. എല്ലാവരും പോലെ ഉണ്ടല്ലോ. നമ്മളൊക്കെ ഏതാ? ஹாய், எலக்ட்ரானிக்ஸ் அண்ட் கம்யூனிகேஷன் டிபார்ட்மெண்ட் வேர். मैनू नहीं पता, आई डोंट இது नो. தெரியாமல் காலேஜில் பொண்ணு கொடுக்க சுற்றிட்டு இருக்க போடா. மச்சான், அந்த பொண்ணு அட்ரஸ் சொல்கிறதுக்காகவே தான் உட்காந்துருக்கா, அவட்ட போய் கேட்கலாம். நைஸ் சிட்டி. ஹாய், யுவர் புல்லட் நைஸ். எலக்ட்ரானிக்ஸ் அண்ட் கம்யூனிகேஷன் டிபார்ட்மெண்ட் வேர். வே யூ நோ இங்கிலீஷ்? எலக்ட்ரானிக்ஸ் அண்ட் கம்யூனிகேஷன் டிபார்ட்மெண்ட் வேர். Go straight, first right, first left, again first right. Dead end will come. Right side G1. Bernoulli's theorem in our mechanical engineering. This is an important മച്ചാ, topic to be ഇയാൾ discussed പഠിപ്പിക്കുന്നത് ഈ now. പുസ്തകത്തിലില്ലല്ലോ. Dynamics, Bernoulli's principle. What's happening there? Sir, can you once check whether you are having right book in your hand? There may be a chance your kids or maid can change your book, no? Because Bernoulli's theorem is not in our telecommunications, sir. Huh? മൈ ഫ്രണ്ട്. Hi. You come here. You come. Coming. Dude, I think you guys are in the wrong class. वो कड़ूस डंडा मारने से पहले तुम लोग भाग जाओ. We have to find V3 only, no? Okay, we will find. Let me see through the tunnel. There is C3. नौटंकी मेरे साथ. Mechanical HOD Professor बाबू कौन है? പാണ്ടി ക്ലാസ് മാറിപ്പോയി. വാ വാ വാ, പാപ്പുണ്ട് നമ്മളെ പറ്റിച്ചതാ. വാ.